ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഈസി പീസി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്തു. അതിന് ശേഷം ഞാൻ അതിലേക്ക് പാസ്ത, ഇപ്പോൾ എൻ്റെ കയ്യിൽ മക്രോണിയുടെ ഷേപ്പിലുള്ള ആ ഒരു പാസ്തയാണ് ഉണ്ടായത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐ പ്രിഫർ കുറച്ച് ലോങ് ആയിട്ടുള്ള നീളത്തിലുള്ള പാസ്താസോ, അതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ, ഞാനതൊന്നും നോക്കാറില്ല. അപ്പോൾ അങ്ങനെ നീളത്തിലുള്ളത് വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ലുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. വെജീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കം, അനിയൻ ആൻഡ് ഗാർലിക് മസ്റ്റാണ് കേട്ടോ. ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് ഇതിന് ഒരു പവർ കൊടുക്കുന്നത്. ഗാർലിക് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സോസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. വെജീസൊന്നും ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാസ്ത ഹൈസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇതിപ്പം അവനക്ക് ഉണ്ടാക്കുന്ന സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം എരിവൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് സോൾട്ടും പെപ്പറും മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ്, ഈ പറഞ്ഞ പോലെ ഒറിഗാനോ, ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും അവസാനമാണ് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക, വേറൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു സെയിം പാനിലാണ് നമ്മൾ ഇനി സോസും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബട്ടർ മെൽറ്റ് ചെയ്യണം. സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഏറ്റവും ലോ ഹീറ്റിലായിരിക്കണം കേട്ടോ. ഇനി മെൽറ്റായ ബട്ടറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ ബട്ടറും മൈദയും കൂടെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ഞാൻ ഏകദേശം ഒരു 150 ml ഒഴിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി തിക്നെസ് ഒക്കെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നീ അധികം വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗാർലിക് ഇട്ട് കൊടുത്തു, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു, നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ ഞാൻ ചിക്കന് വേവിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഹൈസിക്ക് കൊടുക്കാനുള്ളതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി പരിപാടി സിമ്പിളാണ്, നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്തയും കൂടെ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ഈസി പീസി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അൻറ്റിൽ ദെൻ, മഅസ്സലാമ.